പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുന്ന നിൽപ്പിൽ തന്നെ കൊയറിപ്പോൾ ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവായ യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അതുവരെ അവരുടെ മാതാപിതാക്കന്മാരുമായി അവർ മുമ്പോട്ട് കടന്നു വന്നവർക്ക് ഒരുക്കിയായ സ്റ്റേജിൽ ഇരിക്കാൻ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് അമലിൻ്റെയും ആൻ്റെയും മധുവരന്മാരുടെയും റിലേറ്റീവ്സ് ഒരു പ്രേ ഗ്രൂപ്പ് നിൽക്കുന്നവർക്കും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ക്രിസ്ത്യ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൽ വളരെ അധ്വാനിച്ച് മൺമറഞ്ഞ നമ്മുടെ ലില്ലിയാൻ്റിയുടെ കൊച്ചുമകളുടെ വിവാഹമാണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. കേരളക്കരയിൽ മാത്രമല്ല വിദേശത്തും അമേരിക്കയിലും വളരെ പ്രശസ്തമായ ലില്ലിയാൻ്റിയുടെ കൊച്ചുമകളാണ്. അവർക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ഭൗതികവും ഉണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ മീറ്റിംഗ് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആൽബർട്ട് വില്യംസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹമാണല്ലോ ഇത് ലീഡ് ചെയ്യുന്നത്. രണ്ടാമതായി കർത്താവിൻ്റെ ദാസൻ ഈ ശുശ്രൂഷയെ മഹനീയമായിരിക്കുന്ന ശുശ്രൂഷയെ സോളമനൈസ് ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്നത് മോസ്റ്റ് റെവറൻഡ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ എബ്രഹാം ഇലവട്ട, ബിഷപ്പ് ഓഫ് ബീഹാർ, ഫൗണ്ടർ ഇമ്മാനുവൽ മിഷൻ ബീഹാർ ആൻഡ് ചെയർമാൻ ഇമ്മാനുവൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാറ്റ്ന ആൻഡ് ബീഹാർ. ഇന്നത്തെ ഈ മീറ്റിംഗ് അദ്ദേഹമാണ് സോളമനൈസ് ചെയ്യുന്നത്, അനുഗ്രഹിക്കുന്ന ഈ ശുശ്രൂഷ നടത്തുന്നത്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി ഈ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാനായി കർത്താവിൻ്റെ ദാസൻ ബെൻസൺ മാമൻ അവർ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. അദ്ദേഹത്തെ മാവേലിക്കരയിലുള്ള ജീസസ് ലൈവ് ചർച്ച് താൻ ഇവിടേക്ക് കൃത്യസമയത്ത് തന്നെ കുടുംബമായി എത്തിച്ചേരുവാനായി തീർന്നു. അദ്ദേഹത്തെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ അനേക ശ്രേഷ്ഠ ദൈവദാസന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്, ബിഷപ്പുമാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. റെവറൻഡ് ബിജു എബ്രഹാം, മിഷണറി ഡയോസിസ് ഓഫ് വികാർ ജനറൽ മിഷൻസ് ഡയോസിസ് ഓഫ് കേരള, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മറ്റൊന്ന് റെവറൻഡ് ജോനാഥൻ അൻസാർ ജൂനിയർ, ഈ ബിഷപ്പ് നാഷണൽ ചർച്ചസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ മോർച്ച് ആർച്ച് ബിഷപ്പായിരുന്ന ഇന്ന് നിത്യത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ മകൻ ജൂനിയർ ജോനാഥൻ അൻസാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം അദ്ദേഹത്തെ സഹായിക്കട്ടെ. आपको मैं स्वागत करता हूँ. जूनियर जोनाथन अंसार इस वेडिंग सेरेमनी में आप आया हुआ है, आपको मैं स्वागत करता हूँ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ മധ്യത്തിൽ ബിഷപ്പ് വിജയ് ക്ലമന്റ് ജലന്ധറിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെ ദൈവം सहायकटे. आपको भी हम स्वागत करता हूँ जो इस महनीय शुश्रूषा में आप शामिल हो गया हुआ है, इसलिए आपको हम लोग स्वागत करता हूँ. डॉक्टर TM ഓംകാർ और ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ. പ്രത്യേകമായി ഞാൻ വന്ദനം ചെയ്യുന്നു. വിജയ് ക്ലമന്റ് അദ്ദേഹത്തിൻ്റെ മകനും എന്നിവിടെ ആയിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഐസക്, ഗോഡ് ബ്ലസ് യു. ഓർ അതോടൊപ്പം തന്നെ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റാം കോഹ്ലി,
അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ ഷാജി ചേലാട്ട് വാത്സല്യ വികാരനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബിജൂസിയുടെ ഒരു ബ്രദർ കൂടിയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന ജെയിൻ ആൻഡ് ടീം, അവരെ ഓർത്ത് ഞാൻ വെൽക്കം ചെയ്യുന്നു. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ നോബൽ എ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകമായി അവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അതുപോലെ ബന്ധുമിത്രാദികളെയും ചർച്ചക്കാരെയും ഫ്രണ്ട്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യേണ്ട ഒരു കൂട്ടരാണ് ആൻ ആൻഡ് അമൽ. ഇവർ ഇവിടെ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഈ ശുശ്രൂഷ ഇവിടെ നടക്കില്ല. അതുകൊണ്ട് പ്രത്യേക ഉള്ള സ്വാഗതം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയുടെ അവസാന നിമിഷം വരെയും ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് ഇവിടെ ഞാൻ എൻ്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ബെൻസ് മാമനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ മഹനീയ സാന്നിധ്യമുള്ളതിനായി നന്ദി പറയുന്നു. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. Psalms 45. My heart is stirred by a noble theme as I recite my verses for the King. My tongue is the pen of a skillful writer. You are the most excellent of men. You will make them princesses throughout the land. I will perpetuate your memory through all generations. Therefore, the nations will praise you forever and ever. Amen. കർത്താവെ, അങ്ങ് സ്ഥാപിച്ച വളരെ അനുഗ്രഹീതമായ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അമലിനായും ആനിനായും ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എൻ്റെ മക്കൾ ഇന്ന് പ്രവേശിക്കുന്ന കുടുംബജീവിതം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ആ തരത്തിലായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസ സമൂഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വൈദികർക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ബിഷപ്പ്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഇന്നത്തെ ശുശ്രൂഷയിലുടനീളം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ഈ സമൂഹത്തിനും സഭയ്ക്കും ദേശത്തിനുമൊക്കെ അനുഗ്രഹീതരായി തീരുവാൻ തക്കവണ്ണം അവരെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിനായി വീണ്ടും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആയത് ഞങ്ങളുടെ പ്രാർത്ഥനകൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഓർക്കും നാളെയെന്ന
നാളെയെന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. നാളെയെന്ന ഭീതിയില്ല, ഭാവിയില്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know, yes I know, He holds my future. My life is worth the living just because He lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know, yes I know, He holds my future. And life is worth the living just because He lives. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന ഭീതിയില്ല, ഭാവിയില്ല തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. എത്ര ധന്യമേ ലോകജീവിതം. എത്ര ധന്യമേ ലോകജീവിതം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വരെ പ്രധാനമേറിയ ശുശ്രൂഷയിൽ കടക്കുവാൻ പോവുകയാണ്. ദൈവവചന ശുശ്രൂഷ എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലക്കാർക്ക്. എന്താ പ്രത്യേകത എന്നറിയാമോ? എറണാകുളം ജില്ലയിൽ മാത്രമേ 3 കുടുംബ കോടതികളുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് ഇത് കേൾക്കേണ്ടത് ആവശ്യമാണ്. 3ാമത്തെ കുടുംബ കോടതി ഈ വർഷം ആലുവ പമ്പ് ജംഗ്ഷനിൽ സ്ഥാപിതമായി. അവിടെ അപ്പോയിൻമെൻറ്റഡ് ആയ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്. ഞങ്ങളുടെ തിരുവാങ്കുളം പ്രെയർ ഗ്രൂപ്പിൽ കൂടുന്നതാണ്. ഞാൻ മോർണിംഗ് രാവിലെ അവിടെയാണ്. അതിനുശേഷം എൻ്റെ കൂടെ ആലുവയ്ക്കുള്ള യാത്രയിൽ അവരെൻ്റെ കൂടെ കാറിൽ വരും. എന്നിട്ട് അവർക്ക് ഈ ഞായറാഴ്ച ഈ കുടുംബ കോടതി ബലമുള്ളൊരു പാത്രത്തെ ആവശ്യം. അത് തെറ്റിക്കുന്നതുകൊണ്ടാണ്. ഞാൻ കർത്താവിൽ പ്രശസ്തനായ ആർച്ച് ബിഷപ്പ് ജോനാഥൻ അൻസാറുമായിട്ട് എനിക്ക് വളരെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ദേവദാസനാണ്. ഒരു മുസ്ലിം ഭാഗത്തു നിന്നാണ് യേശുവിനെ രക്ഷാവെ സ്വീകരിച്ചത്. ഒരു ദിവസം ദേവദാസൻ എൻ്റെ അടുക്കെ ഈ വിഷയം എന്താ കൂടുതൽ ഇങ്ങനെ ഉണ്ടാകുവാൻ കാരണത്തെക്കുറിച്ച് എൻ്റെ അടുക്ക് ഒരു കാര്യം പറഞ്ഞു. ഒരിക്കൽ ആർ ടി ഒടൊക്കെ ചെന്ന് ആളുകളെല്ലാം ആർ ടി ഓഫീസ് ഖൊരാവോ ചെയ്തു.
പാർട്ടി ഓഫീസ് കൊരാവ് ചെയ്യാൻ കഴിവ് പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഇവിടുന്ന് വെച്ചാൽ അപകട മരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. RTO പറഞ്ഞു എവിടെയൊക്കെയാണ് അപകട മരണങ്ങൾ ഉണ്ടാകുന്നത് അതെല്ലാം കൊണ്ടുവന്ന് RTOയെ കാണിച്ചു. എന്നിട്ട് RTO തിരികെ വന്നിട്ട് ആ അപകട മരണങ്ങളെല്ലാം കാണിച്ച സ്ഥലങ്ങൾ പറഞ്ഞു, ദേ അവിടെ ആണ് അപകടം ഉണ്ടായത്. RTO പറഞ്ഞു അതിന് തൊട്ട് മുമ്പത്ത് ഹമ്പല്ലേ, ഞാൻ മുമ്പിൽ ഒരു അപകട സൂചന കൊടുത്തിട്ടുണ്ട്, ഹമ്പ് ഹെഡ്, മുമ്പ് ഹമ്പുണ്ടെന്ന്. ചിലടത്ത് ഇടുങ്ങിയ നാരോ ബ്രിഡ്ജാണ്, ഞാൻ അതിനു മുമ്പായി ഞാനൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് കർവായിരിക്കും, വളവായിരിക്കുക, ഞാൻ അവിടെ ഒരു ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപകടങ്ങൾ നടന്ന എല്ലായിടത്തും ഈ RTO ഒരു അപകട മുന്നറിയിപ്പുകളുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് RTO ഈ അപകടമുണ്ടായവരോടെല്ലാം പറഞ്ഞു, അപകടമുണ്ടാകുവാൻ ഏക കാരണം മുന്നറിയിപ്പുകളെ അവഗണിച്ചു. അതെ, നമുക്കും അറിയാം റോഡ് അപകടങ്ങൾ ഉണ്ടാകുവാൻ മെയിൻ കാരണം മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ദൈവമക്കളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിലെ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയാണ്. ഇപ്പോൾ ദേവദാസൻ ബിൻസുമാമൻ സ്വൽപ്പരും നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് അവർക്കും നമുക്കെല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. എനിക്ക് ശരിക്കറിയാം, അഡ്വക്കേറ്റ് അമലിനെയും അഡ്വക്കേറ്റ് ആനിനെയും ആ ദേവദാസൻ നേരത്തെ കൗൺസിലിംഗ് ചെയ്തതായിട്ട് ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറഞ്ഞപ്പോൾ അറിയുവാനിടയായിട്ടുണ്ട്. റവറൻഡ് ബെൻസുമാമൻ പാസ്റ്റർ ദൈവവചനത്തിൽ നിന്ന് ചില ആത്മീയ ആലോചനകൾ അറിയിക്കുവാൻ ഈ സമയത്ത് അങ്ങ് ക്ഷണിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേജിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരി ആൻ്റെയും അമലിനെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഇന്ന് പ്രാർത്ഥനയോടെ ഞാനിവിടെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനും അതുമാത്രമല്ല ആ 2 വാക്ക് ദൈവവചനത്തിൽ നിന്ന് പറയുവാനും ഒക്കെയും ദൈവം ഒരുക്കിയ വിലയേറിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ബിജു വളവനാടൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് ബിജി. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്, വർഷങ്ങളായിട്ടുള്ള അടുപ്പമാണ്. ഒരു സഹോദരനും അതുപോലെ തന്നെ ദൈവവൈതലും എന്നുള്ള രീതിയിൽ ഒരു ആത്മീക ബന്ധം വളരെ ആഴത്തിൽ ഞങ്ങൾ തമ്മിലുണ്ട്. എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും പ്രാർത്ഥിച്ചുമൊക്കെ ഇന്നുവരെയും വന്നു. ആനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. വളരെ മിടുക്കിയായ ഒരു മോളാണ് ആന. എനിക്കേതാണ്ട് ഹൈസ്കൂൾ മുതലേ അറിയാം, പഠിക്കാനും അതുപോലെ തന്നെ അമ്മയെ സഹായിക്കാനും അമ്മയുടെ കൂടെ തന്നെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുക്കിങ്ങും മനോഹരമായി കുക്ക് ചെയ്യും. ഒരു കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കോഫിയും കൊണ്ട് ആന വരത്തുള്ളൂ. നല്ല മിടുക്കിയായിട്ടുള്ള ഒരു മോളാണ് ഹാന്. അതുപോലെ തന്നെ അമലും തൻ്റെ പ്രൊഫഷൻ വെച്ച് അദ്ദേഹം വളരെ ബെസ്റ്റാണ്. ഈ കാലയളവിൽ ഉള്ള ചെറുപ്പക്കാർക്കുള്ള യാതൊരു വിധത്തിലുള്ള എന്ന് പറഞ്ഞാൽ പുകവലി, മദ്യപാനം, മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് തൻ്റെ പ്രൊഫഷനിൽ വളരെ വ്യക്തമായിട്ടും വിജയിച്ചൊരു വ്യക്തിയാണ് അമൽ. ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇവരുടെ കുടുംബജീവിതം വളരെ സക്സസ് ആകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ നെഗറ്റീവ് ഭാഗങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി എറണാകുളത്ത് 3 അല്ല 300 കോടതി വന്നാലും ഇവർക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. കാര്യം അവളതുപോലെ മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. എനിക്കറിയാവുന്നതുകൊണ്ട് പറയാം. അതിന് ചെറുപ്പം മുതൽ എത്രയും വർഷങ്ങൾ കൊണ്ട് പരിചയമായതുകൊണ്ട് ഇതുപോലെ തന്നെ മാരേജിന് വേണ്ടി ഞാൻ അവരെ രണ്ടുപേരെയും ഇരുത്തി മണിക്കൂറുകൾ കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനേക്കാളും ഒന്നും കൂടെ മിടുക്കിയാണ് ഇവിടെ ഇളതിരിക്കുന്ന റോസ് ഇവിടെ ഉണ്ട്. അവൾ അതിനേക്കാളും മിടുക്കിയാണ്, റോസിനേക്കാളും അല്പം കൂടെ മിടുക്കിയാണ് ആന. അതുകൊണ്ട് കുടുംബമായും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യവും കർത്താവ് പകരട്ടെ. വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ബൈബിളിനകത്ത് വലിയൊരു കാര്യമാണ്. തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്പാൻ വെച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു ഡസന് താഴെ എന്ന് പറഞ്ഞാൽ 8 9 അല്ലെങ്കിൽ മാക്സിമം 10 വരെ
തെരഞ്ഞെടുപ്പുകളുള്ളൂ. സാധാരണ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഏത് ഷർട്ട് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാരി ഉടുക്കണം, ആ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലൈഫിൻ്റെ അകത്ത് ചില തെരഞ്ഞെടുപ്പുകളുണ്ട്. ഇന്ന് തിരഞ്ഞെടുക്കുന്നതാണ് നാളെ നിൻ്റെ ഫ്യൂച്ചർ. ഇപ്പം പലരും എന്തുകൊണ്ടാണ് ഇവിടെ വേണ്ട കുടുംബമായിട്ട് വന്നിട്ടുണ്ട്, എന്താ കാര്യം, എന്തോ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ബിജി സിസ്റ്റർ തന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്നിപ്പം ബിജുവിൻ്റെ കൂടെ ആയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവമക്കളെ സംബന്ധിച്ചോളം തിരഞ്ഞെടുക്കുന്നത് ഞങ്ങൾ ബുദ്ധിയിലോ കണ്ണിലോ അല്ലെങ്കിൽ ചിന്തയിലോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കും. അതിന് നമ്മൾ സാധാരണ ഇപ്പം ചില മെഷീൻസ് എന്നൊക്കെ പറയുന്നത് സിക്സ്ത് സെൻസ്, 6ാമത്തെ ഇന്ദ്രിയം, അത് ഫെയ്ത്ത്, ഞങ്ങൾ വിശ്വാസത്തോടെ ചിലത് തിരഞ്ഞെടുക്കും. കാര്യം നോർമൽ ബ്രെയിനും കൊണ്ടല്ല, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയും അങ്ങനെ തിരഞ്ഞെടുക്കുന്നുമുണ്ട്. ദൈവത്തിൻ്റെ അകത്ത് ഒരുപാട് തിരഞ്ഞെടുപ്പുണ്ട്. ചില ബിസിനസ്സിന് തിരഞ്ഞെടുത്തു. എനിക്കറിയാവുന്ന ഒരു ദുബായിൽ അത് അവർ രണ്ടുപേരും കൂടെ വർഷങ്ങൾ അവർ ഹാർഡ് വർക്ക് ചെയ്തു. അവർ ഒരു ബിസിനസ്സിന് വേണ്ടി അവിടെ തിരഞ്ഞെടുത്തു. ഏറ്റവും ഒടുവിൽ ഇവിടെ എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബേസ്. ദുബായിലെ കാര്യം ഞാനീ പറയുന്നത്. ഏറ്റവും ഒടുവിൽ 3-4 CR മുടക്കി. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2-3 കോടിയോളം അതിലുപരി അവർ കടത്തിലിരിക്കുക. എന്താ കാര്യം? പെട്ടെന്നൊരു കാര്യം തിരഞ്ഞെടുത്തു, കയ്യിലിരുന്നതും പോയി, കടുവായി. ചില തിരഞ്ഞെടുപ്പ് നമ്മളെ തകർത്ത് കളയും, പക്ഷെ ചില തിരഞ്ഞെടുപ്പ് നമ്മളെ വിജയിപ്പിക്കും. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു വിദ്യാഭ്യാസം, ചില പ്രൊഫഷൻ തിരഞ്ഞെടുക്കും. ഇവർ തിരഞ്ഞെടുത്തത്, 2 പേരും എടുത്തത് സ്വതന്ത്രം ലോയാണ് എടുത്തിരിക്കുന്നത്. 2 പേരും അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് തീർച്ചയായിട്ടും അവർ മിടുക്കിയുമാണ്. 2 പേരും അവർ വളരെ സ്മാർട്ടാണ്. അതിനു വേണ്ടി ഞാൻ ഒരു പ്രോഫസി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് അവർക്ക് ഇത് കഴിഞ്ഞാൽ ഏതാ മുൻസിപ്പാണ് എന്തോ ഞാൻ ഇത്രയും പേരുടെ മുമ്പ് ചോദിച്ചല്ലേ പറയുന്നത്. അതിനുള്ള കാലിബർ ആ കുഞ്ഞിനുണ്ട്, അത് സംഭവിക്കും. ഞാൻ അവളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, അവളെന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് അത്ര അടുപ്പമുണ്ടായിട്ടാണ്. എൻ്റെ മോളുടെ പ്രായക്കാളും കുറവാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് ജീവിതം വിജയിക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ്. നാളെ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന്, ഇന്നിപ്പം അവർ തിരഞ്ഞെടുത്ത ഫ്യൂച്ചറാണ്. അവർ ലോ എടുത്ത് അവർ ഇവിടെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അത് അവരുടെ തിരഞ്ഞെടുപ്പാണ്. ചിലർ എഞ്ചിനീയറിങ്ങിലോട്ട് പോകുന്നു, ചിലർ നേഴ്സിങ്ങിലോട്ട് പോകുന്നു, ചിലർ മെഡിസിൻ ഓരോ ഭാഗങ്ങളിലോട്ട് പോകുന്നു. അതെല്ലാം ഓരോരുത്തരുടെ തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് തെറ്റിയാൽ എല്ലാം തെറ്റും. ബൈബിളിൽ തന്നെ കർത്താവ് തന്നെ ആദ്യം ആ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം കൊടുത്തത് തിരഞ്ഞെടുപ്പാണ്. 2 വൃക്ഷമുണ്ട്, ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ നീ തിരഞ്ഞെടുത്തോണോ. ജീവനും മരണവും നിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, ശാപവും അനുഗ്രഹവും നിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. യേശുവിനെ കൊണ്ട് നിർത്തിയപ്പോൾ ഇപ്പുറത്ത് ബറാബാസിനെ കൊണ്ട് നിർത്തി. ജനത്തിനൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഏത് വേണം? യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? എല്ലാവരും പറഞ്ഞു ബറാബാസിനെ മതി. തെരഞ്ഞെടുപ്പ് തെറ്റരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എങ്ങനെയാ ഇനി തിരഞ്ഞെടുക്കുന്നു എന്നൊന്നും പ്രസംഗിക്കാനുള്ള സമയം ഇവിടെ ഇല്ല. പക്ഷേ ദൈവവൈതലിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ കൃപയും ഒക്കെ നമ്മളെ ഗൈഡ് ചെയ്യും. തിരഞ്ഞെടുപ്പ് തെറ്റാതെ ഇന്ന് വരെ നടത്തി. ഞാൻ തിരഞ്ഞെടുത്തതാണ്. ഞാൻ തീർത്തും പാപിയായ ഒരു മനുഷ്യനായിരുന്നു. പാപിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബാർ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. ലിക്കർ വിറ്റ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന പ്രോഫിറ്റായിരുന്നു എൻ്റെ ഇൻകം. അന്നേരം പാപമാണെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റും, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ജീവിച്ച് ആ ബാർ ഹോട്ടൽ പൂട്ടി വെച്ച് ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് അവിടെ ഒരു ആരാധനാലയമാണ് ഉള്ളത്. അന്നേരം അതെൻ്റെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അത് തിരഞ്ഞെടുത്തത് കൊണ്ട് ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ഈ വചനവുമായിട്ട് ഈ സ്റ്റേജിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അടുത്തൊരു ഭാഗമാണ് വിവാഹത്തിൻ്റെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം, ബൈബിളിൻ്റെ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ സ്നേഹമാണ്. സ്നേഹമാണ് ഈ സ്വതന്ത്രം ഒരു കുടുംബജീവിതത്തെ പിടിച്ചു നിർത്തുന്നത്. അത് എടുത്തു പറയുമ്പോൾ എല്ലാ മൃഗങ്ങൾക്ക് വരെയുണ്ട്. ഒരു ഫാമിലി ലവ് എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് വരെയുണ്ട്. ഒരു സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അവർക്ക് വേണ്ടിയുള്ളത് സേവിങ്സ് നിങ്ങൾ എടുത്തു വെക്കുന്നത്, അവരെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ഫാമിലി ആ ബോണ്ട് എന്ന് പറയുന്നത്
സ്നേഹമാണ്. ബൈബിളിൻ്റെ അകത്ത് യേശു പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു കുടുംബജീവിതം വിജയിക്കാനായിട്ട് കർത്താവ് പഠിപ്പിച്ച 2 കൽപ്പനയുണ്ട്. 2 കൽപ്പന. കാര്യം 2 കൽപ്പന നമ്മൾ ശരിക്കും അനുസരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഏത് കുടുംബജീവിതവും വിജയിക്കും. ആദ്യം മനുഷ്യന് കൊടുത്ത ഒരു കൽപ്പനയായിരുന്നു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അവനതനുസരിച്ചില്ല. പിന്നെ കർത്താവ് 10 കൽപ്പന കൊടുത്തു. ആ 10 കൽപ്പനയ്ക്കകത്ത് അതനുസരിക്കാം. ഒരു 10 കൽപ്പന അനുസരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോലീസ് വേണ്ട, ഇവിടെ ആർമി വേണ്ട, ഒരു മിലിറ്ററി ഫോഴ്സ് ഇവിടെ വേണ്ട, പോലീസ് സ്റ്റേഷൻ വേണ്ട, കോടതി വേണ്ട. ശരിക്കും ആ 10 കൽപ്പന അനുസരിക്കാമെങ്കിൽ ഇവിടെ ഏത് പാതിരാത്രിക്കും ഏത് പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ എങ്ങനെ വേണമെങ്കിലും ഏത് സന്തോഷമായിട്ട് അർദ്ധരാത്രിക്ക് പോലും സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ അതും അനുസരിക്കുന്നില്ല. ഒരു കുടുംബജീവിതം ധന്യമാകാൻ ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന 2 കൽപ്പനയുണ്ട്. ഒന്ന് ഭർത്താവിന് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. അത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സ്നേഹം എന്ന് പറയുമ്പോൾ 2 സ്നേഹമുണ്ട്. നമ്മൾ ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന സ്നേഹം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ. ചുവന്ന ആടുതനും അതിൻ്റെ അകത്തോടെ പോകുന്ന അസ്ത്രമൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ആ സ്നേഹം എന്നൊക്കെ പറയുന്നത് ബിബ്ലിക്കലായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ലസ്റ്റ് എന്ന് പറയും, മോഹം എന്ന് പറയും. അത് കണ്ണുകൊണ്ട് കാണുന്നതും ഹൃദയം കൊണ്ട് ചിന്തിക്കുക, അതിൻ്റെ മോഹം എന്ന് പറയും. ബൈബിൾ സ്നേഹം എന്ന് പറയുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, യേശു സഭയെ സ്നേഹിച്ചത് ജീവൻ കൊടുത്താ സ്നേഹിച്ചു. അതാണ് അഗാപ്പെ, ജീവൻ കൊടുത്തുള്ള സ്നേഹം. അതെന്താ? ജീവൻ തന്നിട്ടാണ് കർത്താവ് ക്രൂശിൽ തൻ്റെ സഭയെ സ്നേഹിച്ചത്. അവസാനത്തെ തുള്ളി രക്തം ഊറ്റിത്തന്ന് നമ്മെ വീണ്ടെടുത്തത് കർത്താവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറയുന്നതാണ് സ്വതന്ത്രം ഭർത്താവിനെടുക്കെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഭാര്യയ്ക്ക് കൊടുക്കാൻ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒന്ന് കൈയോർത്തിയ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ലോകത്ത് കാണുന്നതൊക്കെ എന്തൊരു സ്നേഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജോലി നോക്കും, ചിലപ്പം വീട് നോക്കും, ചിലപ്പം പണം നോക്കും, ചിലപ്പോൾ സൗന്ദര്യം നോക്കും. പക്ഷെ കർത്താവ് അങ്ങനെയൊന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മെ സ്നേഹിച്ചത്. രണ്ടാമത്തെ ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിത്യസ്നേഹമാണ്. എവർലാസ്റ്റിംഗ് ലവ്, നിത്യസ്നേഹം. ഞാൻ നിന്നെ നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നീ മാറിപ്പോയിട്ട് പ്രാഗിയോ ശപിക്കുകയോ തിരിച്ച് എന്തു പറഞ്ഞാലും, പത്രോസ് എന്തെല്ലാം പറഞ്ഞു. എന്നിട്ടും പത്രോസിനെ അന്വേഷിച്ച് തബരിയാസ് കടപ്പുറത്ത് നിന്ന് കർത്താവ് വിളിച്ചു ചോദിച്ചില്ലേ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? എന്താ കാര്യം? സ്നേഹം നിന്നെ പിന്തുടരുന്നതാണ്. സ്നേഹം സ്വതന്ത്രം എത്രയൊക്കെ നീ എതിർത്താൽ പോലും ആ സ്നേഹം നിൻ്റെ കൂടെ വരും. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ഒന്ന് സാക്രിഫിഷ്യൽ ലവ്, 2 എവർലാസ്റ്റിംഗ് ലവ്, ഒരിക്കലും മാറാത്ത സ്നേഹം. അത് കോൺസ്റ്റൻ്റാണ്. ഒരു ദിവസം ഞാൻ ഒരിടത്ത് ഇച്ചിരി അർജൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ അവിടെ വെച്ച് കണ്ടിട്ട് ഒരു ഹായ് പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ നിൽക്കുന്നത് കണ്ടു. പുള്ളി പോകുന്നതിന് മുമ്പ് ഞാൻ കൈ കാണിച്ചു, അദ്ദേഹം കണ്ടില്ല. ഞാനൊന്നും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട്, ഞാനൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്നോട് പിണങ്ങി. എന്താ കാര്യം? ഒരു ഹൈ പറഞ്ഞില്ലെങ്കിൽ, ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞില്ലെങ്കിൽ, ഒരു ഒന്ന് കൈപൊക്കി കാണിച്ചില്ലെങ്കിൽ, ഒരു കല്യാണത്തിന് ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തില്ലെങ്കിൽ സ്നേഹിതരൊക്കെ സ്നേഹം വിട്ടു പോകുന്നവരാണ്. പക്ഷേ നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്, നീ വേണ്ട എന്ന് പറഞ്ഞാലും, നീ അറുത്തുമുറിച്ച് കളഞ്ഞാലും, നീ പ്രാഗിയാലും, നീ ശപിച്ചാലും യേശുവിൻ്റെ സ്നേഹം നിന്നെ വിട്ടു പോകത്തില്ല. ഞാൻ ആ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പം ആ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലായി. അതാണ് നിത്യസ്നേഹം, ഒരിക്കലും മാറാത്ത കോൺസ്റ്റൻ്റ് ലവ്. അടുത്ത സഹോദരം 2 സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആദ്യത്തെ സ്നേഹം പറഞ്ഞു, രണ്ടാമത്തെ സ്നേഹത്തിന് ഓരോ അവസ്ഥകളുണ്ട്. കാര്യം അതങ്ങനെ പ്രസംഗിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. ഇനി അടുത്ത ഭാഗം എന്താണ്? ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന എന്താ? ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ് സബ്മിഷൻ. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ക്രിസ്ത്യൻ ചർച്ച് എങ്ങനെയാണ് കീഴടങ്ങിയിരിക്കുന്നത്? ദൈവവചനം എന്തു പറയുന്നു അതനുസരിക്കുന്നതാണ് കർത്താവിൻ്റെ സഭ. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ. നേരം
എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലായല്ലോ. ഏതാ കർത്താവിൻ്റെ സഭയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനം അനുസരിക്കുന്നതാണ് കർത്താവിൻ്റെ ചർച്ച. സഭ കീഴടങ്ങിയിരിക്കുക. എന്താ വചനം എന്ത് പറയുന്നു അതനുസരിക്കുന്നതാണ് സഭ. അങ്ങനെ അത് വെച്ചിട്ട് കുടുംബജീവിതവുമായി പൗലോസ് പറയുകയാണ്, സ്തോത്രം, ഭർത്താക്കന്മാർക്ക് സകലത്തിനും ഭാര്യമാർ കീഴടങ്ങിയിരിക്കണം. സബ്മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവവചനത്തിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടും കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് സബ്മിഷൻ. അന്നേരം ഞാൻ 2 കാര്യം പറഞ്ഞുള്ളൂ. പിന്നെ അതിനകത്ത് ഭർത്താവിന് കൊടുത്തിരിക്കുന്ന സ്തോത്രം പോറ്റുകയും പുലർത്തുകയും ചെയ്യുക എന്നുള്ളതുകൊണ്ട്, അത് സ്നേഹിക്കുന്നവർ, കർത്താവ് സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. തരിക എന്നുള്ളത് സ്നേഹമാണ്. 2 കൽപ്പനയാണ്. ഒന്ന്, ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത് നീ ഭർത്താവിന് കീഴടങ്ങണം. 2, ഭർത്താവിനോട് കൊടുത്തിരിക്കുന്ന കൽപ്പന നീ ഭാര്യയെ സ്നേഹിക്കണം. അതുകൊണ്ട് ഞാൻ 2 കാര്യം പറഞ്ഞു. 1, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തെറ്റരുത്. 2, നിങ്ങളുടെ കുടുംബജീവിതം വിജയിക്കാൻ യേശു തന്നിരിക്കുന്ന 2 കൽപ്പനയാണ്. അടുത്തത്, കർത്താവ് ആദ്യം പോയത് ഒരു കല്യാണത്തിനാണ്. കാനാവിൽ ഒരു കല്യാണത്തിനാണ് പോയത്. സാധാരണയുള്ളവർ, ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് സന്ദേശം കേട്ടിട്ടുണ്ട്, പച്ചവെള്ളം വീഞ്ഞായി മാറി. ഞാൻ ആ കാനാവിലെ കല്യാണത്തെക്കുറിച്ച് ഞാൻ വായിച്ചപ്പം എനിക്ക് മനസ്സിലായത്, ആ കല്യാണത്തിൻ്റെ നടുവിൽ യേശു ഉണ്ടായിരുന്നു. യേശുവിനെ വിളിച്ചത് തന്നെ ശിഷ്യന്മാരെയും യേശുവിനെയും കൂടെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അടുത്തത് ഏറ്റവും വലിയൊരു കാര്യം, കർത്താവ് എന്തിനു വേണ്ടി ഈ പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തു. ബൈബിളിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇത് ലഹരിയുള്ളതാണ്, ഇത് വീര്യമുള്ളതാണ്, ഇത് ലഹരിയുള്ളതാണ്. ഈ ലഹരിയുള്ള ഈ വീഞ്ഞ് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ എന്തിന് കർത്താവ് അത് ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഈ ഫോറിൻ ലിക്കറിൻ്റെ സെയിലും ഇതുമായിട്ടൊക്കെ ആയിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരുമൊക്കെ മദ്യപിക്കുന്നവരാണ്. അവരാദ്യം എടുത്തിട്ട് ചോദിക്കുന്നത്, കർത്താവ് എന്തിനാ ഈ കാനാവിലെ കല്യാണത്തിന് ഈ പച്ചവെള്ളം വീഞ്ഞാക്കിയത്? എന്താ, ഞങ്ങളും ഇതൊക്കെ കുടിക്കരുതോ? എന്തിനാ ഈ വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്തത്? ഞാൻ എന്നാലും ചിന്തിച്ച്, കർത്താവെ എന്തിനു വേണ്ടിയാണ് ഈ കാനാവിലെ കല്യാണത്തിന് ഈ വീഞ്ഞുണ്ടാക്കി കൊടുത്തത്? എന്തിനാ? ഉത്തരം മുട്ടുന്നു. ഓരോരുത്തരും വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം മുട്ടും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? യേശു എന്തിനാ അതുണ്ടാക്കി കൊടുത്തത്? ഈ വീഞ്ഞുണ്ടാക്കി കൊടുത്ത അതൊരു വലിയ അത്ഭുതമല്ലേ? അത് അത്ഭുതം കാണിക്കാൻ വേണ്ടിയല്ലല്ലോ. ഏതെല്ലാം ആരംഭത്തിൽ ചെയ്യാമായിരുന്നു. കുഷ്ഠരോഗിയെ വേണമെങ്കിൽ ശുദ്ധമാക്കാമായിരുന്നു. ലാസറിനെ പോലെ ഉള്ള ഒരു 2-3 പേരെ ഉയർപ്പിച്ച് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കാമായിരുന്നു. തനിക്ക് എന്തു വേണമെങ്കിലും അത്ഭുതങ്ങളുടെ ഒരു നിര കാണിച്ചിട്ട് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം അത് ചെയ്യാമായിരുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, അന്ന് വീഞ്ഞ് സൽക്കാരം എന്ന് പറയുന്നത് ഒരു കല്യാണം നടക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്ത് ഏറ്റവും മാന്യമായി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് പ്രതീക്ഷിച്ചു വരുന്ന വലിയൊരു കൂട്ടം ജനമുണ്ട്. അവരുടെ മുമ്പിൽ തനിക്ക് തലകുനിച്ച് നിൽക്കണം, ഒരു ലജ്ജാവിഷയമാകുമെന്ന് കർത്താവ് കണ്ടപ്പോൾ പച്ചവെള്ളം വീഞ്ഞാക്കിയത് വീഞ്ഞ് പച്ചവെള്ളമാക്കിയതുമല്ല, അവരുടെ ലജ്ജയെ മാറ്റുവാൻ, ആ ഭവനത്തിൻ്റെ അകത്തെ നിന്ന കർത്താവ് എടുത്തു കളയുവാൻ, അവരുടെ വിഷയത്തിൻ്റെ നടുവിൽ തീർച്ചയായിട്ടും എൻ്റെ കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചതാണ്. എല്ലാം ഈ വീഞ്ഞില്ലെങ്കിലും കല്യാണം നടക്കും. ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീഞ്ഞെന്ന് പറയുന്നത്. അതില്ലാതെ കല്യാണം നടത്താൻ പറ്റും. പക്ഷേ നാണം കെടേണ്ട സ്ഥാനത്ത്, ലജ്ജിക്കപ്പെടേണ്ട സ്ഥാനത്ത് എൻ്റെ യേശു അവിടെ ഇറങ്ങി അവരുടെ വിഷയത്തെ കർത്താവ് പരിഹരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഞാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശുവിൻ്റെ സ്ഥാനത്ത് ഞാനങ്ങ് ചിന്തിക്കുക, ഞാനാണെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ല. കാര്യം എൻ്റെ പടം ഉൾപ്പെടെ എല്ലായിടത്തും വരും. കാര്യം അതാണ്ട് ഇപ്പം പാസ്റ്റർ പുതിയ പരിപാടിയാണ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാര്യം ഒരുപാട് വിമർശകരുള്ളത് ഈ 2024 തീർച്ചയായിട്ടും ഞാൻ ചെയ്യത്തില്ല. പക്ഷേ യേശു ചെയ്തത്, ആര് വിമർശിച്ചാലും ആരെന്തു പറഞ്ഞാലും ആര് എങ്ങനെയൊക്കെ എതിർത്താലും യേശു ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ചെയ്യും. ഇന്നും സ്വതന്ത്രം നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, നമുക്ക് സ്വതന്ത്രം ഒരു ഭാരമുണ്ടെങ്കിൽ അത് തീർത്തു തരുന്ന ആ നല്ല യേശുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്വതന്ത്രം ഞാനിത് നിർത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്വതന്ത്രം ഈ ആനും അമലിനും വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കരങ്ങളൊന്ന് ഉയർത്തുകയും
ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് സ്വത്രം നിങ്ങൾ ഏത് സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങൾ ഭാവിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നടത്തി അവർ മുമ്പോട്ട് പോകുവാൻ സ്വത്രം നമുക്കൊന്ന് കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഞാൻ ഇവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇവരുടെ രണ്ടുപേരും ദൈവത്താൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാരേജാണ്. അത് അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. സഹോദരൻ, വിശ്വസിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരമുയർത്തിപ്പിടിച്ച് ഇവർക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ട്. നിങ്ങൾ ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. എന്ത് അവസ്ഥകളാണെങ്കിലും കരങ്ങൾ ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിച്ചാണ്. സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ദിവ്യമായ ആത്മാവിനാൽ അവരെ നീ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ഭാവി കുടുംബജീവിതം നീ അവർക്ക് കൊടുക്കുമാറാകണമേ. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയും സാന്നിധ്യവും ഈ കുടുംബവും ഈ കുടുംബജീവിതം അനുഭവിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതോർത്ത് സ്തുതിക്കുന്നു. തുടർന്നുള്ള വിവാഹ ശുശ്രൂഷയുടെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വമേറിയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതോർത്ത് സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആർച്ച് ബിഷപ്പ് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നിന്ന് തന്നെ നമുക്കൊരു ഗാന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നുകൊണ്ട് നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് നമുക്ക് അങ്ങ് കടക്കാം. പരിശുദ്ധൻ മഹോന്നതദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. പരിശുദ്ധൻ മഹോന്നതദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സർവ്വനാഥനാം മശിഹ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സർവ്വനാഥനാം മശിഹ.
മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനം മശിഹ. ഉയർത്തിക്കൊണ്ട് മേഘരൂഢനായി വരും നിതാവിരവി, തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാം, വേഗം വരും യേശു മശിഹ. തന്നോട് ചേർപ്പാൻ വേഗം വരും യേശു മശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് തലകൾ ഉണക്കി പ്രാർത്ഥിക്കാം. ദേവദാസൻ റവറൻഡ് പാസ്റ്റർ എ നോബിൾ മുമ്പോട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ചേർക്കുവാൻ കർത്താവിന് പ്രസാദമായതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് വചനം പറയുന്നല്ലോ. കർത്താവായ ദൈവമാകുന്നു അവരെ യോജിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാകുന്നു അവരെ കൂട്ടിച്ചേർക്കുന്നത്. കർത്താവെ, ആ ദൗത്യം ഹല്ലേലൂയ കർത്താവായ ദൈവമേ, അവിടുത്തെ ദാസൻ അഭിഷക്തൻ നിർവഹിക്കുമ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ അനുഗ്രഹം കർത്താവെ ബിഷപ്പിൻ്റെ മേൽ പകരുമാറാകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ അഭിഷേകത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ യോജിപ്പിച്ച് കർത്താവെ മഹനീയമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ അഭിഷേകത്തിനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, അമലിൻ്റെയും അതിൻ്റെയും മാതാപിതാക്കന്മാരെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്തോഷം കാണുവാൻ കർത്താവെ, സന്തോഷം അനുഭവിപ്പാൻ പ്രിയമക്കളെ എവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. കടന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും അനുഗ്രഹിച്ചാൽ ശുശ്രൂഷയായി ശ്രദ്ധിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഓർക്കും ഇരിക്കാം. ദേവദാസൻ ആർച്ച് ബിഷപ്പ് ഇബ്രഹാം മെൽസറമ്മയിൽ ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. ശുശ്രൂഷയുടെ അവസാന ഭാഗത്തെ കടന്നു വരുന്നു. ഇനി വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ നാളുകളെ ഓർത്തുകൊണ്ട് ലാസ്റ്റ് ആനിനെ ഓർത്തുകൊണ്ട് ആനിൻ്റെ വലിയമ്മ ലില്ലിയാൻറ്റി, തൻ്റെ മകൻ ജിസി വളുവനാട്, അഡ്വക്കേറ്റ് ആനിനെ ഓർക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു തിരുവചനം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനത്തിൽ വായിക്കുന്നു. ആ വചനം ഇങ്ങനെയാണ്: ധന്യനായ വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. ഞാനിത് പറയാൻ കാരണം, ഞങ്ങൾ പാതിരാത്രി കഴിഞ്ഞാണ് ഇന്നലെ ആനിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പ്രയർ കഴിഞ്ഞ് പോകുന്നത്.
എൻ്റെ മൂത്ത മകൻ ചോദിച്ചു, പപ്പ എത്ര വീട്ടിനാണ് പപ്പ ഫാമിലി പാസ്റ്ററാണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഫാമിലി പാസ്റ്ററാണെന്നാണ് സ്റ്റീഫൻ പറയുന്നത്. ഞാനിത് ഓർത്തുമ്പോൾ ഞാൻ എൻ്റെ ഓർക്കെ എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ചു, നിൻ്റെ കണ്ണുനീർ ഓർത്തു, നിന്നെ കണ്ട് സന്തോഷപൂർണ്ണമാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവ്വമായിട്ട് ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിൻ്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം ദൈവത്തിന് നന്ദി പറയുന്നു. ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മായി ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇവിടെ തിമോത്തിയോസിൻ്റെ അമ്മയും എനിക്കൊന്നെയാണ്. എനിക്ക് നാളെ എൻ്റെ കണക്കൊരിക്കൽ ദൈവസ്ഥനിൽ ഏൽപ്പിക്കേണ്ടതാണ്. ഞാൻ ലിലിയാൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായെങ്കിലെന്ന് ഞാൻ ഓർക്കുവാനിടയാകും. ചെറിയൊരു ആരംഭമായിരുന്നു. എന്നാൽ ഇന്ത്യയിലുമല്ല, ഇന്ത്യക്ക് പുറത്തും വിദേശങ്ങളിലെല്ലാം തൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, തൻ്റെ സമ്പത്ത് കൊണ്ടും ലിലിയാൻറ്റി അനേകർക്ക് അനുഗ്രഹമായെന്ന് കേരളക്കാർക്ക് ശരിക്കറിയാം. അത് ആ വിശ്വാസം ബിജുവിനുണ്ടായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രമല്ല നോക്കി ഇത്രയധികം തൻ്റെ പ്രവർത്തന മേഖല വടക്കേ ഇന്ത്യയിലാണ്. കേരളം പോലെയല്ല, എത്രയോ ജീവിതങ്ങളാണ് നിരാശയോടെ കടന്നു പോകുന്നത്. അവർക്ക് തൻ്റെ സാന്നിധ്യം മാത്രമല്ല, തൻ്റെ സാമ്പത്തികവും കൊണ്ട് താൻ വടക്കേ ഇന്ത്യയിലാണ് തൻ്റെ പ്രവർത്തന മേഖല. അതുകൊണ്ടാണ് ഇത്രയും ദേവദാസന്മാരിൽ എനിക്ക് പലരും തന്നെ അറിയാം. വടക്കേ ഇന്ത്യയിലുള്ളവരെല്ലാം നേരത്തെ കടന്നു വന്ന് ഇത്രയും ദൂരം കടന്നു വന്ന് നിൽക്കുന്നത് അതാണ്. അത് ആനിലുമുണ്ട് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ പിള്ളേർ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കന്മാർക്ക് കിട്ടാത്ത ആ എന്തോ ഒരു കാര്യം എൻ്റെ 3 പിള്ളേർക്കും അവിടെ എപ്പോഴാണ് ശനിയാഴ്ച വേള കൂട്ടി ജോജി പറയും, നമ്മളെപ്പോഴാണ് ബിജുവങ്ങളുടെ വീട്ടിൽ പോകുന്നത്. അവനെല്ലാം ഞായറാഴ്ചയും ബിജുവങ്ങളുടെ വീട്ടിൽ പോകണം. കാരണം പറയുക, മാതാപിതാക്കം കിട്ടാത്ത ഒരു പ്രത്യേക പരിഗണന, സ്നേഹം അവിടെ നിന്ന് കിട്ടുവാനിടയെ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ മിഷൻ പ്രവർത്തനത്തിൽ ഗവൺമെൻറ്റുകൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചർച്ചിൻ്റെ കാര്യങ്ങൾ, സെമിത്തേരി വിഷയമായ വളരെയധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം ഞാൻ ചെയ്താൽ ചിലപ്പോൾ കുറേ വർഷങ്ങൾ വേണ്ടി വരും. എന്നാൽ ചില ദിവസങ്ങൾ കൊണ്ട് മനോഹരമായി ചെയ്യുന്ന ആനിനെ ഞാൻ അങ്ങ് ഓർക്കുന്നു, അവളുടെ വിശ്വാസം ഓർക്കുന്നു, അവരുടെ സന്നദ്ധത്തെ ഞാൻ ഓർക്കുന്നു. നേരത്തെ വാസന്മാരെല്ലാം പറഞ്ഞ് ഞാൻ ഭാവി കാലം ഓർത്ത് പുഞ്ചിരിയിടുന്നു. കർത്താവ് യേശു എല്ലാവരും സഹായിക്കട്ടെ. ഈ സമയത്ത് പ്രധാന ശുശ്രൂഷക്കായി ആർച്ച് ബിഷപ്പിനെ ക്ഷണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധർഹായിക്കും മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്ത് ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഇവിടെ ആയിരിക്കാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. എന്നോടൊപ്പം വേദിയിലായിരിക്കുന്ന ബിഷപ്പ് വിജയ് ക്ലെമെൻറ്റ്, ജലന്ധർ से आप आए, आपके लिए धन्यवाद. पास्टर बेंस मैमन, फादर एंटनी, रेवरेंड बेंजामिन थॉमस, पास्टर एजे नोबल, जोनाथन अंसार जूनियर, रेवरेंड राम कोहली, पास्टर आल्बर्ट विलियम्स, रेवरेंड बिजू एब्राहम, रेवरेंड बिजू and Reverend Thomas Matthew and Reverend Sam Joseph and Anne and Amal. It's a great privilege to be with you all here. Before I solemnize the marriage, I thought to share. Already we heard the message. These days, nobody likes to hear 2 messages, but I just want to take few minutes to share about the marriage, how we can relate these things with our day-to-day life. So I'm not going to take more time. അധിക സമയം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചുരുങ്ങിയ വാചകത്തിൽ ഒരു ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കിടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബിജു അച്ഛനെ പറ്റിയും ഫാമിലിയെ പറ്റിയൊക്കെ നമ്മൾ അധികമായിട്ട് കേട്ട് കഴിഞ്ഞു. ഞങ്ങളും വർഷങ്ങളോട്ടുള്ള പരിചയത്തിൽ അവരുടെ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ